നമസ്കാരം. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ തിരുസന്നിധിയിൽ എല്ലാ ദിവസവും നടക്കുന്ന പ്രാതൽ വഴിപാടിൽ നടക്കുന്നത് വൻ തട്ടിപ്പ് തന്നെയാണ്. ദേവസ്വം രസീത് നൽകുമെങ്കിലും ഒരുക്കുന്നത് 10 പറയുടെ പ്രാതലാണ്. 10 പറ പ്രാതൽ ഒരുക്കിയാൽ തന്നെ ഏകദേശം 2 പറയോളം മിച്ചം വരുന്നതായും ഇത് അത്താഴം കൂട്ടിനായി ഉപയോഗിക്കുന്നുവെന്നും ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് ഭക്തരുടെ കൂട്ടായ്മ ദേവസ്വം ബോർഡിലെ ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. കോടതി ഉത്തരവ് പ്രകാരം സാധാരണ ദിവസങ്ങളിൽ 8 പറയും ശനി ഞായർ ദിവസങ്ങളിൽ 12 പറ അരിയുടെ പ്രാതലുമാണ് ഒരുക്കേണ്ടത്. ഒരു പറ പ്രാതലിന് 5000 രൂപയാണ് ദേവസ്വത്തിന് ഒരുക്കേണ്ടത്. ഒരു പറ പ്രാതൽ വഴിപാടായി നടത്തുന്ന ഭക്തന് 5 സ്പെഷ്യൽ ടോക്കണും 30 സാധാരണ ടോക്കണും നൽകും. 25 പറ വയ്ക്കുമ്പോൾ 125 സ്പെഷ്യൽ ടോക്കണും 750 സാധാരണ ടോക്കണും ഉൾപ്പെടെ 875 ടോക്കൺ നൽകേണ്ടി വരും. ഒരേ സമയം ഊട്ടുപുരയിൽ ഏകദേശം 468 ഭക്തർക്ക് പ്രാതലിന് പങ്കെടുക്കാം. ടോക്കൺ ലഭിച്ച് ഏകദേശം 400 ഭക്തരും ടോക്കൺ ഇല്ലാത്ത ഭക്തരും അടുത്ത പന്തലിനായി കാത്തു നിൽക്കണം. ഊട്ടുപുരയിൽ കയറിപ്പറ്റാനുള്ള തിരക്ക് പലപ്പോഴും വാക്കുതർക്കത്തിൽ കലാശിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ സംഘർഷത്തിന്റെ പക്കോളം എത്തിയെന്നതാണ് പ്രധാന കാര്യം. ടോക്കൺ അധിഷ്ഠിത വേർതിരിവും കഴിഞ്ഞ 28-ന് അന്നദാനവും കഴിക്കാനെത്തിയ ഭക്തർ രാവിലെ 11 മുതൽ 1 മണി വരെ നീണ്ട നിരയിൽ കാത്തുനിന്നിട്ടും പലർക്കും നിരാശയായി മടങ്ങേണ്ടി വന്നു. 2 മണിക്കൂറോളം കനത്ത വെയിലിനെ അവഗണിച്ചാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഭഗവാന്റെ അന്നപ്രസാദം കഴിക്കാൻ കാത്തുനിന്നത്. ഒടുവിൽ ലഭിച്ചതുമില്ല. ചോദ്യം ചെയ്തതോടെ കുറച്ചു പേർക്ക് ഊട്ടുപുരയിലേക്ക് പ്രവേശനം ലഭിച്ചു. ദേവസ്വം അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ഏകദേശം 400 പേർക്ക് ആദ്യം ടോക്കൺ അടിസ്ഥാനത്തിൽ അന്നദാനം നൽകുന്നതായും തുടർന്ന് മാത്രമാണ് സാധാരണ ഭക്തരെ പ്രവേശിപ്പിക്കുന്നതെന്നുമാണ് പറഞ്ഞതെന്നും ഭക്തജനങ്ങൾ പറയുന്നുണ്ട്. ടോക്കൺ ലഭിച്ചവർ സീറ്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവർ നിരത്തിരുന്ന് കഴിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദക്ഷിണയാണ്. അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്കറിയാം, പോറ്റിമാർക്കാണെങ്കിലും 500-ന്റെയും 1000-ന്റെയൊക്കെ നോട്ടുകൾ കൊടുത്താലേ അവർ പൂജകൾ വരെ ആത്മാർത്ഥമായി നടത്താറുള്ളൂ. അല്ലെങ്കിൽ വെറുതെ അവർ ഒരു പൂജ നടത്തും. കാരണം ക്ഷേത്രങ്ങളിൽ പണ്ടത്തെ പോലെ പോറ്റിമാർക്കൊന്നും ആത്മാർത്ഥതയില്ല, പൈസയാണ് പ്രധാനം. അതിന്റെ ഒരു ഉദാഹരണമാണ് ശബരിമല ഉൾപ്പെടെ പല ക്ഷേത്രങ്ങളും. അവിടുത്തെ ജീവനക്കാർക്കും പൈസയാണ് പ്രധാനം. ഈ ദേവസ്വം ബോർഡാണ്, CPM-ന്റെ ദേവസ്വം ബോർഡുകാര് ഭരിക്കുന്നത്, നിരീശ്വരവാദികളായ ഈ ആളുകൾ ഭരിക്കുന്നത് കൊണ്ടാണ് ക്ഷേത്രം ഇങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം. പ്രാതൽ വഴിപാട് നടത്തുന്നവരിൽ നിന്ന് അർഹരല്ലാത്തവർ ദക്ഷിണ വാങ്ങുന്നുണ്ട്. കൂടാതെ ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നവർക്ക് മുഴുവൻ ദക്ഷിണ കൊടുക്കണം. ഇതിൽ ഉന്നത ജീവനക്കാർ മുതൽ കഴക്കാരും വാദ്യക്കാരും വരെയുണ്ട്. ഒരു പറയ്ക്ക് ഈടാക്കുന്നത് 5000 രൂപയാണ്. 25 പറയുണ്ടെങ്കിൽ വയ്ക്കുന്നതാണെങ്കിലോ വെറും 10 പറ മാത്രം. ബാക്കി പറ ഇവർ വെക്കും. ആ പറയുടെ ചെലവുകളെല്ലാം ഉദ്യോഗസ്ഥർ ചെലവ് എഴുതിയെടുക്കുകയാണ് ചെയ്ത് സ്വന്തം പോക്കറ്റിലാക്കും. ക്ഷേത്രത്തിൽ എല്ലാ രംഗത്തും വലിയ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടക്കുന്നത്. അതിന്റെ പ്രതിഫലനമാണ് പ്രാതലിൽ ഉള്ളത്. ഇത് അവസാനിക്കണമെങ്കിൽ അടിമുടി ഒരു ശുദ്ധി കലക്ഷൻ വേണം. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ക്ഷേത്ര കാര്യങ്ങൾ നടത്തേണ്ടത്. എന്നാൽ ഇവിടെ അധികൃതർ കോടതിയെയും ഭക്തജനങ്ങളെയും ഒരുപോലെ കബളിപ്പിക്കുകയാണ്. കോടതി നിർദ്ദേശങ്ങൾ ഇവർ ആവശ്യാനുസരണം വെള്ളം ചേർക്കുകയാണ് ചെയ്യുന്നത്. അധികൃതരുടെ അനിഷ്ടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അനർഹരാണ് പല രംഗത്തും കാര്യങ്ങൾ ചെയ്യുന്നത്. കൊടുകാര്യസ്ഥതയാണ് ഇവിടെ അരങ്ങേറുന്നത്. ദേവസ്വം ബോർഡ് ജീവനക്കാരന്റെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ സ്വന്തം ഇഷ്ടത്തോടെയാണ് ക്ഷേത്രങ്ങളിലെ ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്നതെന്നാണ് ഭക്തജനങ്ങൾ ഒന്നടക്കം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വൈക്കത്ത് ക്ഷേത്രത്തിൽ മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ കൺട്രോളിലുള്ള നിയന്ത്രണത്തിലുള്ള മിക്ക ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകളും അഴിമതികളുമാണ്. ഇതുപോലെ പല ക്ഷേത്രങ്ങളിലും, ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ അന്നദാനം ഉണ്ടെങ്കിലും അവർ അത് കുറച്ച് മാത്രമേ കൊടുക്കാറുള്ളൂ. ബാക്കിയെല്ലാം തന്നെ രാത്രിയും അങ്ങനെയായിട്ട് മാറും. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ ഗുരുവായൂർ തന്നെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉച്ചയ്ക്ക് വിളമ്പുന്ന ചോറ് അത് ഭക്തജനങ്ങൾക്ക് വിളമ്പുമ്പോൾ തന്നെ പകുതി ചോറും അവര് കളയുകയാണ് ചെയ്യുന്നത്. ചില നികൃഷ്ടമായ രീതിയിലൊക്കെയാണ് ഇവർ ചോറുകൾ വിളമ്പുന്നത്. ഒരു 10 പേർക്ക് അല്ലെങ്കിൽ ഒരു 20 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം മിക്ക ക്ഷേത്രങ്ങളിലും ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരെ വിളമ്പുമ്പോൾ അത് പകുതി തറയിൽ പോയി വേസ്റ്റ് ആവുകയാണ് പതിവ്. കാരണം അന്നം കളയാൻ പാടില്ല എന്നാണ്